പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പലപ്പോഴും നമ്മുടെ എല്ലാ ധ്യാനത്തിനും തന്നെ ഒരു 150-200ഓളം യുവജനങ്ങൾ ധ്യാനത്തിന് പങ്കെടുക്കുന്ന ഇവിടെയുള്ള നമ്മുടെ അച്ഛന്മാരെല്ലാം അവിടെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വരുന്നു, ഒത്തിരി കഷ്ടപ്പെട്ട് വരുന്നു. എനിക്കറിയാം, അവർക്കൊക്കെ അറിയാം. അവരൊക്കെ എന്നോട് പറയുന്നത് ചില സമയത്ത് പറയാം, അച്ഛാ തകർന്ന കുഞ്ഞുങ്ങളോട്ടോ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്തോ ഒരു തകർച്ച, ഇത് മനുഷ്യനെന്ത് പറ്റിയെന്ന് തന്നെ ഓർത്തു പോകും നമ്മൾ. ഇതെങ്ങോട്ടാണ് ഈ പോക്ക നമ്മൾ ഓർക്കും. ഇവൻ അറിഞ്ഞുകൂടെ ഈ അവസ്ഥയെ ജീവിച്ചാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് അവൻ അറിഞ്ഞുകൂടെ. ഇത് ഇത്ര കുട്ടികളെ മെൻ്റൽ പേഷ്യൻസ് ആണെന്നറിയാം. ധ്യാന സെൻറ്റർ കൊണ്ടുവരുന്ന മെൻ്റലായി ഇപ്പോൾ മദ്യപിച്ച് പുക വലിച്ച് സെക്സ് മദ്യം ഇത് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് നമ്മുടെ ദേശത്തൊക്കെ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നുമല്ലേ സംഭവം. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലൊക്കെ അപ്പുറത്തോട്ട് പോയെന്നുള്ള കാര്യം ഞാനീ പറയുന്നത് ഒരുപറ്റ ആൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുണ്ട്. എന്തുകൊണ്ടാണ് ഈ തകർച്ച വരാൻ കാരണം? എന്ത് നഷ്ടപ്പെട്ടു പറഞ്ഞേ? വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവബോധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എത്ര കുടുംബങ്ങളുണ്ട് പ്രാർത്ഥന നടക്കുന്നത്, എത്ര യുവജനങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്ധ്യാസമയത്ത് അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ എത്രയുണ്ട്. എത്ര യുവതികളുണ്ട് അമ്മയെ അനുസരിക്കുന്ന, അപ്പനെ അനുസരിക്കുന്ന എത്ര യുവതികളുണ്ട്. പ്രേമബന്ധങ്ങൾ കയറി പിടിക്കുന്ന എന്തുകൊണ്ടാ? തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകുന്ന എന്തുകൊണ്ടാ? ഞായറാഴ്ച കുർബാന മുടക്കുന്ന കുഞ്ഞുങ്ങൾ എന്തരയുണ്ട്. അഥവാ വന്നാൽ തന്നെ അവരെങ്ങനെയാ പങ്കെടുക്കുന്നത്? എത്ര കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിശുദ്ധിയോടെ ഉപയോഗിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്ക്, ഈ കുഞ്ഞുങ്ങളൊന്നും തന്നെ പറയോ, നമുക്ക് തകർന്നു പോകും. നമ്മുടെ ഈ നാടുകളിൽ ഒരു സ്ഥലമൊന്നും പറയാല്ല പ്രസ്തുലോട്, കാരണം എല്ലാം നമ്മുടെ സ്വന്തം നാടാണ്. പ്രസ്തുല പേര് ഞാൻ പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയത്തില്ല. സ്ഥലം പറഞ്ഞ യേശുവേ നന്ദി. അവിടെയുള്ള കുഞ്ഞുങ്ങളും ഇപ്പം ഞാനാകെ തകർന്നു പോയി. ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ചില ഫാഷനിങ് കയറിയിട്ടുണ്ട്. ഈ ഫാഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ തലമുടി ഒരു പ്രത്യേക രീതി നീട്ടി, ചെവിയിൽ കമ്മലും ആണുങ്ങളിട്ട്, ഇതൊക്കെ പൈശാചിക ബാധയാണ്. വിദേശ രാജ്യത്താണെങ്കിൽ ഈ ചെവിയിൽ ഒറ്റ ചെവിയിൽ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ അർത്ഥം ഹോമോസെക്സ് എന്നർത്ഥം. അപ്പോഴേ ആളവിടെ കൂടി എത്തും. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ അപ്പൊ ഇതിന് കൂട്ടുനിൽക്കുക. ഇഷ്ടം പോലെ ചില വാഹനങ്ങൾ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കും. എത്രയാണോ ഇത് വണ്ടി അടി കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വന്ന എനിക്ക് ഒരു പയ്യൻ ധ്യാനം കുടിക്കുമ്പോൾ ഞാൻ പറയാം, മോനെ നീ ബൈക്ക് നീ ഉപേക്ഷിക്കണം. ഈ കുഞ്ഞുങ്ങളോട് വേറെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഇത് മാത്രം പറഞ്ഞേക്കരുത്. ശരിയാണോ? ഇത് പറഞ്ഞാൽ അവൻ പിന്നെ കലുതുള്ളുക, വേറെ സ്വഭാവമായിട്ട്. അപ്പനമാർക്ക് പേടിയാ. എത്ര മാതാപിതാക്കള്, എത്രയോ മക്കളെ പേടിയാ. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കൈവിട്ടു പോകുന്ന കാണാൻ പറ്റും. അതിന് കാരണമൊക്കെയുള്ള പ്രിയപ്പെട്ട സഹോദരൻ, എന്നോടൊന്നും തോന്നരുത്, എന്നോട് ആർക്കും തോന്നരുത്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നാം സ്ഥാനം ഒന്നെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ പണം. എന്തിന് പണം, വിദ്യാഭ്യാസം, ഒരു മുഴുത്ത വീട്. പറ്റുമെങ്കിൽ ഈ നാട്ടിൽ ഇനി അടുത്ത് ആര് പണിയാൻ പോകുന്നവർ തീരുമാനിക്കുന്നത് അറിയാമോ? ഇവിടെയുള്ള എല്ലാ വീടിൻ്റെയും ഒരു സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് അതിനേക്കാൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് വലുതായിരിക്കണം. എങ്കിലേ ഞാനൊരു എന്തോ ആവുള്ളൂ. ഇത് കുഞ്ഞുങ്ങളുടെ തലയോട്ടങ്ങ് കയറി പിടിച്ചോണ്ടിരിക്കുക. വല്ലാണ്ട് കയറി പിടിച്ചു കഴിയുമ്പോൾ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചു. പള്ളി അച്ഛന്മാരൊക്കെ പരിഹാസമാണ്. അവരൊക്കെ തെറി വിളിക്കും, അവരൊക്കെ ശപിക്കും, അവരൊക്കെ ഇറക്കി വിടും, അവർ തെറി വിളിക്കും, അവർക്കത് കെട്ടുക നിലമൊക്കെ ഉണ്ടാക്കും, അവരെ മാനസികമായിട്ടൊക്കെ പീഡിപ്പിക്കും. ഞാൻ പറയും എല്ലാ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല കേട്ടോ. അതേസമയം എനിക്കറിയാം നമ്മുടെ ഇടവകളിൽ നന്നായിട്ട് സഭയെ സ്നേഹിക്കുന്ന യുവജനങ്ങളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛന്മാരോടും അവരുടെ മാതാപിതാക്കളോടൊക്കെ ചേർന്നുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, വിശ്വാസ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒത്തിരി മക്കളുണ്ട്. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന യുവജനം. ഇപ്പോൾ അതൊരു വലിയ അർത്ഥം. നമ്മുടെ സെൻറ്ററിൽ കാണാൻ യുവജനങ്ങൾ ഒത്തിരി പേര് ഒന്ന് പ്രാർത്ഥിക്കാണ്ട് വരുന്നത്. എനിക്കത് വലിയൊരു സന്തോഷം. നേരത്തെ അങ്ങനെ ഒരു ടെൻഡൻസി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി യുവജനങ്ങൾ പ്രാർത്ഥിക്കും. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ അതിന് പുറത്ത് വേറൊരു സംഘം ആളുകൾ ഇങ്ങനെ പോകുമ്പോൾ അതിന് കാരണം ദൈവമുണ്ടോ എന്നുള്ള സംശയങ്ങൾ കിട്ടുക. ചില കോളേജ് നിങ്ങളൊന്നും വളരെ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികളെ കോളേജ് ക്യാമ്പസുകളിൽ സ്കൂളുകളൊക്കെ വിട്ടു. ചില അധ്യാപകരുടെ ചില പ്രബോധനങ്ങളിലൂടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോയിട്ടുണ്ട്.
നമുക്കറിയാം നമ്മുടെ തന്നെ ചില സ്ഥാപനങ്ങളിലുള്ള ചില അധ്യാപകരുടെ വളരെ മോശപരമായ പഠനങ്ങൾ കാരണം ആ ക്ലാസ്സിലെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ഇത് കോളേജിൽ നിന്ന് പോയേ പറ്റൂ, കാരണം ഈ സാറ് പറയും ദൈവമില്ല, ഈ സാറ് പറയുന്നത് ഇങ്ങനെ വെക്കോ, ഇങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നേരിട്ട് കിട്ടുന്ന ഇൻഫർമേഷനാണ്, ഡയറക്റ്റ് ഇൻഫർമേഷനാണ്. അങ്ങനെയുള്ള അധ്യാപകരൊക്കെ തകർന്നു പോകുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് പ്രകാശം കാണിച്ചു കൊടുക്കേണ്ട അധ്യാപകർ ഇരുട്ടിലേക്ക് തള്ളിക്കൊടയുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര സംഭവങ്ങൾ. പ്രശ്നങ്ങളോട് സർവ്വത്തെ പറഞ്ഞ യേശുവേ നന്ദി, സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയാ എന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ആമേൻ. അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒറ്റ വാക്ക്, അധ്യാപകർ വളരെ ഗൗരവമുള്ള ആൾക്കാർ, വളരെ വലിയൊരു സ്ഥാനമുണ്ട് അവർക്ക്. ദൈവസന്നിധിയിലും സമൂഹത്തിലും വലിയ സ്ഥാനമുണ്ട്. ആ അധ്യാപകർ ഒരു കാര്യം ഓർത്തോണം, അവർക്ക് രണ്ട് കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാകണം. അറിവില്ലെങ്കിൽ അവർ കുഞ്ഞുങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കുഴിയിലാക്കും. പ്രൈസ്. ഒന്നവർക്ക് ദൈവവിശ്വാസം വേണം. പ്രൈസ്. ദൈവവിശ്വാസം ഇല്ലാത്ത അധ്യാപകനല്ല. പ്രൈസ്. ദൈവവിശ്വാസം പോയവൻ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർത്ത് കളയും. ശരിക്കും ചില വിദ്യാഭ്യാസ മേഖല പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, എനിക്ക് എൻ്റെ സ്നേഹിതരെ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ നല്ല ഫെയ്ത്തുള്ള ഡോക്ടേഴ്സ്, നല്ല ദൈവവിശ്വാസം, തീ പോലെ മാറുന്ന വിശ്വാസമുള്ളവരാണ്. അവർ പറയാറുണ്ട്, വെച്ചാൽ ചില ഞങ്ങളുടെ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ വെച്ചാൽ ഭയങ്കര അപകടകാരികളാണ്, അവർ കൊല ചെയ്യും, അവർ കുഞ്ഞുങ്ങളെ അറക്കും, അവർ അബോർഷൻ നടത്തും. അതിനൊന്നും കുറ്റമല്ലെന്നേ അവരിതങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, കൂടുതൽ നേഴ്സുകൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയാൻ കൊള്ളിയാത്ത തിന്മകൾ ഇങ്ങനെ നടക്കുക അങ്ങോട്ട്. അപ്പോൾ ഇത് അതിൻ്റെ എല്ലാം ബേസ്മെന്റ് ദൈവവിശ്വാസത്തിൻ്റെ തകർച്ചയാണ്. സ്ഥലം പറഞ്ഞ ഹല്ലേലൂയാ. ബൈബിൾ പഠിക്കുമ്പോൾ കാണാം, ബൈബിളിൻ്റെ മുഴുവൻ്റെയും ഒരു ആളുകളെ കാണാം. കുറേ പ്രത്യേകിച്ച് നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ ചരിത്രത്തിലെ ചില ആളുകളുടെ പേരുകളൊക്കെ, അങ്ങ് അബ്രാഹാം തൊട്ടുള്ള ചരിത്രങ്ങളിങ്ങനെ വരുമ്പോൾ ഈ പേരെടുത്ത് വെക്കുന്ന ആളുകൾ നിങ്ങൾ വായിച്ചു നോക്കണം. അത് മുഴുവനും ദൈവവിശ്വാസമുള്ളവരുടെ പേരാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരാണ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, ദൈവജനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ പറയും. അതാണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയ സംഭവം. ഒരു രാജാക്കന്മാർ, ഒന്ന് ഹെസ്സക്കിയ എന്നൊരു രാജാവും 2 മനാസെ എന്ന രാജാവും. കേട്ടിരിക്കണം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല രാജാക്കന്മാർ ഒരുപക്ഷെ ദാവീദ് കഴിഞ്ഞാൽ, സോളമൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു രാജാവാണ് ഹെസ്സക്കിയ. ദൈവവിശ്വാസമുള്ള, ദൈവഭയമുള്ള ഒരു രാജാവ്. ഇദ്ദേഹം തൻ്റെ ഭരണം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് ദേശത്തു നിന്ന് അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങളെല്ലാം നീക്കം ചെയ്തിട്ട് യഹോവയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തു. 10 കൽപ്പനകൾ അനുസരിച്ചാണ് രാജ്യത്തെ കൊണ്ടുവന്നു. ഒരു രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയ അധികാരി ജനത്തെ നയിക്കുന്നത് 10 കൽപ്പന പ്രകാരം. ഹല്ലേലൂയാ. നിർബന്ധമായിട്ട് പറഞ്ഞു, ദൈവജനം ഇസ്രായേൽ ദേശത്ത് എൻ്റെ നിയമമല്ല നിങ്ങൾ അനുസരിക്കേണ്ടത്, ദൈവത്തിൻ്റെ നിയമം അനുസരിക്കണമെന്ന് കർക്കശമായിട്ട് പറഞ്ഞു. അതോട് ചില ആളുകൾ എതിർത്തു, പക്ഷേ എല്ലാവരും പിന്മാറി. കാരണം ഈ ഹെസ്സക്കിയ ഒരു ദൈവാനുഗ്രഹമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ തുടങ്ങുന്ന എല്ലാ കാര്യം വിജയിക്കും, തുടങ്ങിയ എല്ലാ പ്രസ്ഥാനം വിജയിക്കുക. ദൈവ മനുഷ്യൻ്റെ കൂടെയുണ്ട്. പലതവണ അസീറിയക്കാർ, ഈജിപ്തുകാർ യുദ്ധത്തിനായിട്ട് വന്നു. ഒറ്റയെണ്ണം ഇസ്രായേലിൻ്റെ പറമ്പിൽ കാലുകുത്തിയിട്ടില്ല, രാജ്യത്ത് കാലുകുത്തിയില്ല. എല്ലാം ചുറ്റും പാളയമടിക്കും. ഒരിക്കൽ 10-40 വർഷത്തോളം ഹെസ്സക്കിയ ഇസ്രായേലിനെ നയിക്കുന്ന കാലഘട്ടങ്ങളിൽ ശത്രുക്കൾ ഭീഷണികളുമായിട്ടും ചുറ്റും വരും, പക്ഷെ ഒറ്റയൊരെണ്ണം അകത്ത് കയറില്ല. പറഞ്ഞ ഹല്ലേലൂയാ. ഒരിക്കല് അസീറിയക്കാര് യുദ്ധം ചെയ്യാനായിട്ട് വന്നിട്ട് ഇങ്ങനെ പാളയമടിച്ചിട്ട് ഒരു ഭീഷണിക്കത്ത് ഈ രാജാവിനെ അയച്ചു കൊടുത്തു. നാളെ പ്രഭാതമാകുമ്പോൾ നീ നിന്റെ ഏത് ദേവനെ വേണേ വിളിച്ചു, നിന്റെ രാജ്യം ഞങ്ങൾ കൈക്കലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിക്കത്ത് അയച്ചു കൊടുക്കുമ്പോൾ ഈ ഭീഷണിക്കത്തുമായിട്ട് ഈ രാജാവ്, രാഷ്ട്രത്തിൻ്റെ തലവനായ രാജാവ് പോകുന്ന എങ്ങോട്ടാണെന്നറിയാമോ? ദേവാലയത്തിൽ ചെന്നിട്ട് ബലിപീഠത്തിൻ്റെ ചവിട്ടിപ്പോയിരുന്നു. അവിടെ കൊണ്ട് ഈ പേപ്പർ കൊണ്ട് വെച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഒരു വൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇതിൻ്റെ ഒരു കോപ്പി ഒരെണ്ണം എഴുതാൻ പറഞ്ഞു. പ്രശ്നം അവനെൻ്റെ കോപ്പി എടുത്തു. എന്നിട്ട് പറഞ്ഞു, ചുരുട്ടി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് ഓട്. അങ്ങ് ദൂരെ നമ്മുടെ യേശയ്യ പ്രവാചകനുണ്ട്. പ്രസ്തലോഷ് പ്രവാചകൻ്റെ അടുത്തത് പറയും, ഇതേ നാളെ നേരം വെളുക്കുമ്പം തീർക്കുമെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ പ്രതിപത്തോട് ചോദിച്ചിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറയാൻ യേശയ്യോട് പറ എന്ന് പറഞ്ഞുകൊണ്ട് വൃത്തിനെ അയച്ചിട്ട് പുള്ളി അവിടെ ഇരുന്നു. നമ്മളങ്ങനെയല്ല. ഭീഷണി വരുമ്പോൾ നാട്ടുകാര്, ലോകത്തുള്ളവര്, ബുദ്ധിമാന്മാര്, കഴിവുള്ളവര് സമ്മേളനങ്ങള്, കോൺഫറൻസുകള്, മീറ്റിങ്ങുകള്, ഗ്യാതറിങ്സ് എല്ലാം നടത്തുക. ബുദ്ധിമാന്മാരെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഇത് രാജാവ് ആലോചിക്കുന്നത് ആരോടാ? പറഞ്ഞേ, ദൈവത്തോട്.
രാജാവ് പരാതി പറയുന്ന ആരോടാ? കാരണം രാജാവിന് ഈ മന്ത്രിമാരെക്കാളും വിശ്വാസം ആരെയാ? പറഞ്ഞേ, ദൈവത്തെ. ഇവിടെയൊക്കെ ഉണ്ടാകേണ്ടതാ. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെക്കാളും നമുക്ക് അവരോടുള്ള വിശ്വാസത്തെക്കാളും വിശ്വാസം ഉണ്ടാകേണ്ട ആരില്ല? ദൈവത്തിലുണ്ടാകണം. സ്ഥലം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പോരന്നേ ഹല്ലേലൂയാ. അഭിഷേകം കട്ടെ ഹല്ലേലൂയാ. അപ്പോൾ യെശയ്യാ ഒട്ടനെ അതിന് മറുപടി കൊടുത്തു. യെശയ്യാ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, നാളെ പ്രഭാതമാകുമ്പോൾ ആ സൈന്യം അവിടെ ഉണ്ടായിരിക്കില്ലെന്ന് ദൈവം പറഞ്ഞു. കാരണം നീ നിലവിളിച്ചത് എൻ്റെ അടുക്കലാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ അല്ല നീ ആശ്രയിച്ചത് ആരെയാണ്? എന്നെയാ, ദൈവത്തെയാ. ഇവിടെ നിൽക്കുന്ന എത്ര മക്കൾക്ക് പറയാൻ പറ്റും, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാ സമയത്തും ഞാൻ എൻ്റെ ദൈവത്തെയാണ് മുറുകെ പിടിക്കുന്നത്, ആശ്രയിക്കുന്നതെന്ന് എത്ര മക്കൾ പറയുന്നുണ്ട്? അതാണ് വിശ്വാസമുള്ള മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടില്ല, വിഷമിക്കില്ല, തകർച്ചകൾ. ദൈവത്തെ ആശ്രയിക്കും. ദൈവത്തെ ശ്രമപ്പെടുത്തി പറഞ്ഞു ഹല്ലേലൂയാ. എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിശുദ്ധ കുർബാനയും ബലിപീഠവും മാത്രം. ഞാൻ ആരെ അന്വേഷിക്കണം. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മുറിയോട് തൊട്ട് ചേർന്നാണ് ചാപ്പലുണ്ട്. ആ ചാപ്പൽ ഞാൻ രൂപതയുടെ സ്ഥാപനത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചാപ്പലില്ല. ഞാൻ രാത്രി പോകാറുണ്ട്. കയറി അവിടെ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ ബലിപീഠത്തിൽ ചവിട്ടി പോയിട്ട് മുട്ട് കൊത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കരയും. ചിലപ്പോൾ ബലിപീഠത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും. ചിലപ്പോൾ അതിന് കുമ്പിട്ട് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ അരമണിക്കൂർ മുമ്പ് ദൈവമേ ഇത് എവിടെയിരിക്കും ബലിപീഠത്തിൽ ചുവട്ടിലേക്ക് എഴുന്നേറ്റ് ഞാൻ പോയി കിടക്കും. പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് ഞാൻ ഈ ബലിപീഠത്ത് ഈ സക്രാരിയുടെ അടുത്ത് പോയിട്ട് സക്രാരിയുടെ വാതിൽ തുറക്കും. എന്നിട്ട് അതിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നു ആരാധന നടത്തി പ്രാർത്ഥിക്കും. കരയിരുന്നുണ്ട്. ഞാൻ ശരിക്കും സത്യം എന്നിട്ട് പറയാം, കരയാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതാനുഭവം പറയുകയാണ്, ഇന്ന് വരെ എൻ്റെ കർത്താവിൻ്റെ മുമ്പ് ഞാൻ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ കർത്താവ് ഞാൻ ചോദിച്ച കാര്യങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ സഹായിച്ചു. 24 മണിക്കൂർ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവിനെ ഉപേക്ഷിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ആരുടെ ഉപദേശം തേടാൻ ഓടാറില്ല. കാരണം ഓടിയാൽ അത് അവരുടെ ഉപദേശം ദൈവത്തിൻ്റെ വഴിയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മറ്റുള്ള ഉപദേശം വേണ്ടെന്നല്ല എൻ്റെ അർത്ഥം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരോടും ദൈവം സംസാരിക്കും. മറ്റുള്ള നമ്മുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടുള്ളൊക്കെ ദൈവം സംസാരിക്കും. ദൈവം പറയും, നീ പോയി ഇന്നയാളെ കാണാൻ പറയും. പ്രൈസ് ദി ലോർഡ്. നിന്നോട് പോയി ചോദിക്കുക, എല്ലാ കാര്യവും തീരും. നിൻ്റെ പ്രശ്നം എന്നോട്. പക്ഷേ തുടക്കം വിടുന്ന തുടക്കം അതിൻ്റെ ചോട്ടുന്ന. അതുകൊണ്ടാണ് ഇന്ന് വരെ എത്തിയത്. നാളെയും പോണേ അതേ ഉള്ള വഴി, വേറെ വഴിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. അങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ പേടിക്കേണ്ട. ചരിത്രം പറയുന്നു, പ്രഭാതമായപ്പോൾ എന്തോ സംഭവിച്ചു. പല ചരിത്രകാരന്മാർ പറയുന്നു പല സംഭവങ്ങൾ. അതിൻ്റെ ഫലമായിട്ട് ഈ സൈന്യം മുഴുവനും പലായനം ചെയ്തുവെന്നും കുറേ ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും അവിടെ പറയുന്നതാണ്. ചരിത്രം പറയുന്നത് പിറ്റേ ദിവസം പ്രഭാതമാകുമ്പോൾ കാണുന്നത് ഈ ശത്രു സൈന്യവും നാടുവിട്ടുപോയ സംഭവമാണ് കാണുന്നത്. അവിടെ കാണുന്നത് ഈ ഹെസക്കിയായുടെ ദൈവവിശ്വാസം. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ. അടുത്ത ഘട്ടം ഹെസക്കിയായ്ക്ക് ശേഷം വന്ന വ്യക്തിയാണ് മനാസെ. എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ ഓർക്കുന്നവൻ, ദൈവത്തെ എപ്പോഴും അനുസ്മരിക്കുന്നവൻ എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥമെങ്കിലും അവൻ്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിച്ചതല്ല, ദൈവത്തെ മറക്കുന്നവനെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മറക്കുന്നവരെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചത്. സംഭവിച്ചതെന്നറിയാമോ? ഇസ്രായേൽ സംഭവിച്ചത്, ഇവൻ രാജാവായിട്ട് സ്ഥാനം കയറി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനൊരു അഹങ്കാരം കയറിയിട്ട് ഇവൻ അങ്ങോട്ട് ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഇവൻ പറഞ്ഞു, സത്യദൈവത്തെ തന്നെ ഒന്നും വിശ്വസിക്കേണ്ട, നമുക്ക് എല്ലാവരോടും ഒരു സമഭാവന, എല്ലാവരെയും കൂടെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാം. എല്ലാ വിശ്വാസം കൂടെ കൂട്ടിക്കൾ, നിരീശ്വരവാദം, ഈശ്വരവാദം, അന്ധവിശ്വാസം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടൊരു പോക്ക് പോകുകയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ ഈ മനാസയുടെ ജീവചരിത്രം പറയുന്നത്, ഇവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിൽ കലാപമായി, മുഴുവൻ കലഹമാണ്, കുടുംബങ്ങളിൽ കലഹമാണ്. ഇന്ന് കുടുംബങ്ങളിൽ കലഹമുള്ള കുടുംബങ്ങൾ മുഴുവൻ നോക്കൂ, ദൈവമില്ലാത്ത കുടുംബങ്ങളിൽ കലഹമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവവിശ്വാസമുള്ള ഒറ്റ കുടുംബത്തിൽ കലഹമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പട്ടിണി കാണും, വേദന കാണും, ദുഃഖം കാണും, തോൽവി കാണും, പക്ഷെ സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഐക്യമുണ്ട്. ദൈവം അവരുടെ കൂടെയുണ്ട്. അവർക്ക് വലിയ പണമോ കൊട്ടാരമോ ബിസിനസ്സോ ഒന്നും കാണിയില്ല. നല്ല സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. സമാധാനം, പ്രാർത്ഥനയുണ്ട്, പാട്ടുപാടലുണ്ട്, സന്തോഷമുണ്ട്, പള്ളിപ്പോക്കുണ്ട്, നോയമ്പുണ്ട്, പെരുന്നാളുണ്ട്, സഭയോട് ബന്ധമുണ്ട്, എല്ലാം ഉണ്ട് ആ കുടുംബങ്ങൾ. ആരെങ്കിലും അത്തരം കുടുംബങ്ങളെ കലക്കിയാലുണ്ടല്ലോ അതോ ആ വീണ്ടും അവർ തിരിച്ചു കയറി വരും. എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നം അവർ മറികടക്കും. കാരണം ദൈവത്തിലുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ദൈവം അവരെ സംരക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും ദൈവം അവരെ സംരക്ഷിക്കും. അവരുടെ മക്കൾക്ക് വീഴ്ചകൾ വരാം, പക്ഷെ ദൈവം അവരെ സംരക്ഷിക്കും. വേദന വരാം, ദൈവം സംരക്ഷിക്കും. രോഗം വരും, ദൈവം സംരക്ഷിക്കും. പീഡനങ്ങൾ വരും, വിഷമിക്കും, അപമാനം ഉണ്ടാകും, പക്ഷേ ആ കുടുംബം തകരില്ല. കാരണം അവർ ദൈവമുണ്ടെന്നുള്ള വിശ്വാസമുള്ള കുടുംബം. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ.
അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മനാസയുടെ കാലഘട്ടം മുഴുവൻ ഇസ്രായേലിൽ ഭിന്നതയും വെറുപ്പും കൊലപാതകങ്ങളും ഒരുപാട് ഇഷ്യൂസാണ്. മുഴുവൻ പ്രശ്നം, മുഴുവൻ പ്രോബ്ലമായി. അവസാനം ഈ രാജാവിന് രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം പ്രതിസന്ധിയിലും പ്രശ്നത്തിലും അങ്ങ് വല്ലാണ്ട് പ്രോബ്ലത്തിലായി. അപ്പോൾ ഈ കറച്ചരി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അതായത് യഹോവയിൽ നിന്ന് ജനം കുറേ അകലുന്നു, അടുക്കുന്നു, ഒരുപാട് വിഷയം, മുഴുവൻ കലഹമാണ്, സമാധാനം നഷ്ടപ്പെട്ടു, അരാജകത്വം വരിക. അപ്പോൾ ദൈവശാസ്ത്രന്മാർ മനാസയുടെ ജീവിതത്തിന് അടിക്കുറിപ്പ് എഴുതിയത് ഞാൻ അവരുടെ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. മനാസയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് ദൈവശാസ്ത്രന്മാർ പറയുന്നത്: പല ദൈവങ്ങളുടെ പിന്നാലെ പോയവന് അവസാനം ഒരു ദൈവവും ഇല്ലായിരുന്നു. പല ദൈവങ്ങളുടെ പിന്നാലെ പോയവന് അവസാനം ഇവനെല്ലാ വിശ്വാസത്തെയും കൂടെ സമഭാവന കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവസാനം ഇവൻ ഒറ്റപ്പെട്ടു, ഇവൻ്റെ ജീവിതം തകർന്നു, ഇവൻ്റെ ജീവിതം ഒരുപാട് പ്രശ്നമായി. യഹോവയെ വിളിച്ചിട്ടും അനുഗ്രഹം കിട്ടുന്നില്ല, അന്യദേവന്മാരെ ആരാധിച്ചിട്ടും അനുഗ്രഹം കിട്ടുന്നില്ല, വിശ്വാസം ഒന്നിനും നേരെയാകുന്നില്ല, മുഴുവൻ പ്രവളം നിലവിളിച്ചിട്ടും കേൾക്കുന്നില്ല. അതിനാണ് ദൈവശാസ്ത്രജ്ഞന്മാർ, തിയോളജിയൻസ് കൺക്ലൂഷൻ കൊടുക്കുകയാണ് അവൻ്റെ ലൈഫിന്. ഇങ്ങനെയാണ് കൺക്ലൂഷൻ കൊടുക്കുന്നത്: പല ദൈവങ്ങളുടെ പിന്നാലെ പോയവന് അവസാനം ഇന്നത്തെ ചില കുഞ്ഞുങ്ങളുടെ കാര്യം, പല ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്ന യുവാക്കളെ അവസാനം നിനക്കൊരു ബന്ധവും ഉണ്ടാകില്ല. പല പുരുഷന്മാരെ പ്രേമിക്കുന്ന സ്ത്രീകളെ, യുവതികളെ അവസാനം നിനക്ക് ആരും കാണിയല്ല. ലോകത്തെ ബ്ലൂ ഫിലിം എല്ലാം കണ്ട് വിളച്ചതയ്ക്ക് ജീവിതം വിട്ടു കൊടുക്കുമ്പോൾ ഓർത്തോണം അവസാനം നീ ഒറ്റപ്പെടും. അതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അനുഭവിക്കുന്നതിലും കാണാം. അവിടെ ഭയങ്കര നിശബ്ദത വെച്ചാൽ ഇവിടെ ആരും ഒരു എന്തോ ഒരു സൈലൻസ്. കാരണം എന്താ? എല്ലാവരും ഒറ്റപ്പെട്ടു. ആർക്കും ആരുമില്ല. യേശുവേ നന്ദി. ഒരിക്കൽ എനിക്ക് സ്വീഡൻ ഏതോ രാജ്യത്ത് പോയപ്പോഴാണ് എൻ്റെ സ്നേഹിതൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഒരു പോലീസുകാരൊക്കെ വന്നു, ആംബുലൻസ് വന്നു. ഒരു ആൾ മരിച്ചിട്ട് 2 ആഴ്ചയായിട്ട് അവിടെ കിടക്കരുത്. ശവം നാറ്റം വന്നിട്ട് പുറത്ത് വന്നപ്പോഴാണ് ആൾക്കാരറിയുന്നത്. ആരുമില്ല, അവസാനം ആരുമില്ലതാവും. അതാണ് പാപത്തിൻ്റെ വേദന. അറിയോ? പാപത്തിൻ്റെ ക്ലൈമാക്സ് നീ ഒറ്റപ്പെടും. പാപം അതിൻ്റെ മാക്സിമം എത്തുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും, നമുക്ക് ആരും കാണില്ല. പ്രസലോഷ് നമ്മൾ തകർന്നു പോകും. അവിടെ നമുക്ക് എളിമപ്പെടാം, അനുദപിക്കാം. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എഴുന്നള്ളിരിക്കുന്ന ദൈവമേ, വിശ്വാസത്തിലൂടെ ഞങ്ങളെ കണ്ട് ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി മരിച്ച ഈശോയേ, കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ, മാലാഖമാരോട് ചേർന്ന്, ഹല്ലേലൂയ, സഭ മുഴുവനോട് ചേർന്ന്, ഹല്ലേലൂയ, ആമേൻ. എല്ലാ വിശുദ്ധരോടും രക്തസാക്ഷിയോട് ചേർന്ന്, ഹല്ലേലൂയ, മാലാഖമാരോട് ചേർന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദേശത്തുള്ള എല്ലാ ദൈവജനത്തോട് ചേർന്നുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം ദൈവത്തിൻ്റെ കരുണയുടെ വർഷമാണ്. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണേ, ഞങ്ങളുടെ കുടുംബങ്ങളോട് കരുണയായിരിക്കണേ. ഈശോയെ, ഒത്തിരി തകർന്ന കുടുംബങ്ങൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈശോയെ, ഒത്തിരി തകർന്ന മാതാപിതാക്കളുണ്ട്. ഈശോയെ, ഒത്തിരി യുവാക്കൾ, യുവതികളുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ദൈവമേ, ഒത്തിരി പാവപ്പെട്ട മക്കളുടെ കർത്താവേ, വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾ ദൈവമേ, രോഗികളായ ഒത്തിരി മക്കളുണ്ട് ദൈവമേ, സാമ്പത്തിക തകർച്ച കൊണ്ട് ജീവിതം പ്രതിസന്ധിയിലെത്തിരിക്കുന്ന മക്കളുണ്ട് ദൈവമേ. കുഞ്ഞുങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയതോർത്ത് മാതാപിതാക്കൾ നിലവിളിക്കുന്നുണ്ട് ദൈവമേ. മക്കളുടെ വഴിവിട്ട ബന്ധം, സ്നേഹബന്ധം കാരണം കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു. തീയാളുന്ന അനുഭവങ്ങളാണ് കർത്താവേ. എന്ത് ചെയ്യണം തന്നെ അറിയാൻ മേലാതെ മാതാപിതാക്കൾ വേദനിക്കുന്ന ദൈവമേ. ഡൈവോഴ്സിന്റെ വക്ക് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഞങ്ങളുടെ ദേശത്ത് വർത്തിക്കുന്ന ദൈവമേ. ഈശോയെ, പൈശാചിക ശക്തികളുടെ ഉപദ്രവത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ ദൈവമേ. എന്താരംഭിച്ചാലും തടസ്സപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് ദൈവമേ.
ഒരുപാട് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് ദൈവമേ. ശത്രുക്കളുടെ നടുവിൽ കഴിയുന്നവരുണ്ട് ദൈവമേ. സ്നേഹവും പരിഗണനയൊന്നും കിട്ടാതെ വേദന മാത്രമാണ് കിട്ടുന്നത്. എൻ്റെ ഭക്ഷണം വേദന മാത്രമാണ്, കണ്ണുനീരാണെന്ന് പറയുന്ന മക്കളുണ്ട്. ഒറ്റപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ദൈവമേ. ഈശോയെ കരുണയായിരിക്കണം. കരങ്ങളുയർത്തി ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കണം, വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ദൈവജനം പ്രാർത്ഥിക്കുന്നു. കട്ടഴിയട്ടെ. കൽപ്പിക്കുന്നു. കർത്താവിന്റെ സഭയെ തകർക്കാനായിട്ട് നേരിട്ടും പരോക്ഷവുമായിട്ട് ഈ ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ ശക്തികളെയും അന്ധകാര അരൂപികളോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ ഈ ആലയത്തിലെ മുഴുവൻ അഭിഷിക്തരുടെ ആത്മീയ അധികാരത്തോട് ചേർന്നുകൊണ്ട്, ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരുടെ ആത്മീയ അധികാരത്തോട് ചേർന്നുകൊണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സൈകിക അധികാരത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭയ്ക്കെതിരെ കടന്നു വരുന്ന, ദൈവമക്കൾക്കെതിരെ കടന്നു വരുന്ന, ഇടവ കുടുംബങ്ങൾക്കെതിരെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള തിന്മയുടെ ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിക്കുന്ന ശബ്ദത്തില്, ബന്ധിക്കുന്ന യേശുനാമത്തില് 8:30 ബഹിഷ്കരിക്കുന്നു, കൽപ്പിച്ചയക്കുന്നു, അനുസരിക്കണമെന്ന് അധികാരത്തോടെ കൽപ്പിക്കുന്നു. 9:1-2 നിന്നുകൊണ്ട് ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 16, 19, 20 ബന്ധിക്കുന്ന യേശുനാമത്തില്. കർത്താവേ, എൻ്റെ കുടുംബങ്ങളെ ഏറ്റെടുക്കണമേ. കുടുംബങ്ങളെ തകർക്കുന്ന ബന്ധങ്ങള്, പാപകരമായ ബന്ധങ്ങള്, ജഡിക പാപങ്ങള്, വെറുപ്പ്, വൈരാഗ്യം, പ്രതികാര ചിന്തകള്, പരദൂഷണം, നിരാശ, കുറ്റബോധം, വഴിവിട്ട സ്നേഹബന്ധങ്ങള്, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികള്, കഞ്ചാവ്, വ്യഭിചാര, സ്വയംഭോഗ, സ്വർഗരതികള്, ഇവയുടെ ആക്രമണത്തിൽ കഴിയുന്ന കുടുംബങ്ങള്, മദ്യപാനത്തിനടിമപ്പെട്ട മക്കള്, മദ്യപാനം മൂലം കണ്ണുനീരൊടുക്കുന്ന കുടുംബങ്ങള്, നശിച്ചുകൊണ്ടിരിക്കുന്ന യുവാക്കള്, യുവതികള്, ആ മക്കളുടെ മേൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളോട് ആജ്ഞാപിക്കുന്നു. സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുന്ന കർത്താവായ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ശബത്തില് ബന്ധിച്ച് 8:30 ബഹിഷ്കരിക്കുന്നു. കരങ്ങളുയർത്തി ഈശോയേ, ഈശോയേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ. ഈശോ ആരാധന, 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 ആരാധന. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ മഹത്വം കൊണ്ട് സ്ഥലം നിറയട്ടെ. എല്ലാ മക്കളെയും കൃപയൊഴുകി ഇറങ്ങട്ടെ. എല്ലാ മക്കളും അനുഗ്രഹം കിട്ടുന്നു. നന്ദി ഈശോയെ. വിശ്വാസത്തിന്റെ ശക്തി ഒഴുക്കണം. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ഈശോ മാത്രം മതി, ഈശോ മാത്രം മതി, ഈശോ മാത്രം. My Jesus, love you Jesus, I love you Jesus, I worship you, adore you Lord, my Lord and Savior Jesus.